ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം. എന്നെപ്പോലുള്ളവരെ ഒരു കുട്ടിക്കാലത്ത് 1968 KPC ഇലക്ഷൻ്റെ കാലം മുതൽക്കാണ് ഞാനൊക്കെ MA ജോണിനെ കുറിച്ച് കേട്ടത്. KPC അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൽ ഈ ബാബാ സാഹിബിനെതിരെ മത്സരിച്ച് ചെറിയ വോട്ടുകളാണ് നേടിയതെങ്കിലും അന്ന് മത്സരിക്കാനൊക്കെ കാണിച്ച ചങ്കൂറ്റം പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് കേരളത്തിലെ എല്ലാ ചുമരുകളിലും MA ജോൺ നമ്മെ നയിക്കും എന്നുള്ള മുദ്രാവാക്യങ്ങളായി. സാധനം കോൺഗ്രസ്സുകാർ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നടുവിലത്തെ ഭാവം വെട്ടിക്കളഞ്ഞാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറയേണ്ടത് അങ്ങനത്തെ വാചകങ്ങളാക്കി മാറ്റി ചിലരൊക്കെ. പക്ഷെ എങ്കിലും ആ മുദ്രാവാക്യത്തിനൊരു പ്രസക്തി ഉണ്ടായി. അത് ഇന്നത്തെ പോലെ നമ്മൾ ഈ കാശ് കൊടുത്ത് എഴുതിച്ചായിരുന്നില്ല, സ്വയം എഴുതിയതായിരുന്നു. അതോടൊപ്പം തന്നെ പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ അദ്ദേഹം ആകെയായത് ജില്ലാ കൗൺസിൽ അംഗമാണ്. അതെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞാണ് അദ്ദേഹം മത്സരിച്ചതും വിജയിച്ചതും. അതാണ് അദ്ദേഹത്തിൻ്റെ എനിക്കത് ആദ്യത്തെ അവസാനത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് മുമ്പോ ശേഷമോ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അദ്ദേഹം 1987 ശേഷം കോൺഗ്രസിലെ എല്ലാ ക്യാമ്പുകളിലും ക്ലാസ് എടുക്കാൻ MA ജോണിനെയാണ് എല്ലാവരും ക്ഷണിക്കാറുള്ളത്. അന്ന് ക്യാമ്പ് രാഷ്ട്രീയം ഏറ്റവും കോൺഗ്രസിന് കരുത്ത് പകർന്നൊരു കാലഘട്ടമാണ്. അന്ന് കോഴിക്കോട് 1ാം നിയോജക മണ്ഡലത്തിൻ്റെ ക്യാമ്പിൻ്റെ സ്വാഗതസംഘം ചെയർമാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പൊതുരംഗത്ത് വരുന്നത്. അപ്പം അന്ന് അങ്ങനെ വന്നപ്പോൾ ആ ക്യാമ്പിൽ ക്ലാസ് എടുക്കാൻ സ്വാഭാവികമായിട്ടും MA ജോണിനെ ക്ഷണിച്ചു. അദ്ദേഹം ആ ക്യാമ്പിൽ പങ്കെടുത്തു. അപ്പോൾ ആ സന്ദർഭം എന്ന് പറയുന്നത് കോഴിക്കോട് ലോക്സഭാ അംഗമായിരുന്ന ഡോക്ടർ അടിയോടി മരണപ്പെട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നൊരു സാഹചര്യം. അപ്പം അന്ന് ക്ലാസ് എടുത്തതിന് ശേഷം അദ്ദേഹം അടുത്ത ക്ലാസ് എടുക്കാൻ കുന്നമംഗലത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം. എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ബൈ ഇലക്ഷൻ വരികയാണല്ലോ. ഇന്ന് അദ്ദേഹം പറഞ്ഞൊരു വൈ ഡോണ്ട് യു കണ്ടസ്റ്റ് എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. എന്ന് പറയുമ്പോൾ ഞാൻ അത്ര അങ്ങനെ ക്യാമ്പിൻ്റെ ഒരു ചെയർമാൻ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അത് തന്നു കഴിഞ്ഞാൽ പരാതിയൊക്കെ വരുമല്ലോ. അല്ല, നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നത്തെ സ്വാഗത പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭാവിയുണ്ട്. കാരണം എന്നെ അതിന് മുമ്പൊന്നും അദ്ദേഹത്തിന് അത്ര കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. പറഞ്ഞു, നല്ലൊരു ഭാവി നിങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചതെന്ന് പറയട്ടെ. പക്ഷേ ബൈ ഇലക്ഷൻ നടന്നില്ലെങ്കിലും അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാവുകയും എൻ്റെ പ്രചരണത്തിന് MA ജോൺ കോഴിക്കോട് വരികയും ചെയ്ത രംഗം ഓർക്കുക. പിന്നീട് നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിൽ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം ഞങ്ങൾക്കൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നപ്പോൾ അതിനോടൊപ്പം ശ്രീ ജോൺ ഉണ്ടായി. അപ്പം അങ്ങനെ എല്ലാ സന്നിഗ്ധ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കോൺഗ്രസ്സിനൊരു മുതൽക്കൂട്ടായി. കോൺഗ്രസ്സിനെ എതിർക്കുമ്പോഴും കോൺഗ്രസിൻ്റെ ആശയങ്ങളോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടായി. പക്ഷേ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം എന്നുള്ള കാര്യത്തിൽ ആരോടും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല. ഞാനിപ്പോൾ 1991 ലോക്സഭാ ഇലക്ഷൻ കാലത്ത് KPC എക്സിക്യൂട്ടീവിൽ അദ്ദേഹം എല്ലാവർക്കും അപ്രിയമായുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ശ്രീ കെ കരുണാകരൻ ലീഡർ രാജ്യസഭാ അംഗമാണ്, അദ്ദേഹം ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട കാര്യമില്ല എന്ന് ആ യോഗത്തിൽ പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അന്ന് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. എങ്കിലും പറയാനുള്ള കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം മറച്ചു വയ്ക്കാറില്ല. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ നാമധേയത്തിൽ ഏർപ്പെടുത്തുന്ന അവാർഡ് തികച്ചും അനുയോജ്യനായൊരു വ്യക്തിക്ക് തന്നെയാണ് നൽകുന്നത് ശ്രീ VD സതീശൻ. അദ്ദേഹം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 4.5 വർഷക്കാലമായി നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുക. പല പ്രധാന വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യുവതലമുറയെ വളരെയധികം ആകർഷിക്കുന്ന. കാരണം പാർട്ടിയുടെ നയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പല കാര്യങ്ങളിലൊക്കെ പലരും ശക്തമായിട്ട് അവരുടെ വിമർശനങ്ങൾ ഉയർത്തിയപ്പോഴും
പാർട്ടി നയങ്ങളിൽ വെള്ളം ചേർക്കാൻ ശ്രീ സതീശൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിൽ 8 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. ഈ 8 വർഷക്കാലവും ഞങ്ങൾ രണ്ടുപേരും പിൻബെഞ്ചുകാരായിരുന്നു. ഞങ്ങളെ പിൻബെഞ്ചിൽ ഇരുത്തിയവർ പിന്നീട് പിൻബെഞ്ചിലായി. അത് ചരിത്രത്തിൻ്റെ ഭാഗം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് 2009-10 എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കുമായി ഒരു സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച്, സാമ്പത്തിക മാന്ദ്യത്തിനെക്കുറിച്ച് ധനകാര്യമന്ത്രിയുമായി നേരിട്ട് ഒരു ചർച്ച നടത്തിയത് ശ്രീ വി ഡി സതീശനാണ്. സാധാരണ നമ്മളൊക്കെ ഇങ്ങനെ വെല്ലുവിളിച്ച് പറയുകയല്ലാതെ നേരിട്ട് സംഭാഷണം ആരും നടത്താറില്ല. പക്ഷെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധനകാര്യമന്ത്രിയുടെ കണക്ക് ഊതി ഉറപ്പിച്ച കണക്കാണെന്ന് ശക്തമായി തെളിവ് സഹിതം അദ്ദേഹത്തിന് അവിടെ സ്ഥാപിക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ സ്ഥാപിച്ച വി ഡി സതീശന് പിന്നീടൊരു ക്യാബിനറ്റ് വന്ന സമയത്ത് ആ പരിഗണന കൊടുത്തില്ല എന്നത്, അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെ ബാക്ക് ബെഞ്ചിൽ ഇരുത്തി എന്ന് പറയാൻ കാരണം. ഇത്തരം ഡിബേറ്റ് നടത്തി അന്നത്തെ UDFന് തിരിച്ചു വരാനുള്ള ശക്തമായൊരു അടിത്തറയുണ്ടാക്കി കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിനെ മാറ്റി നിർത്താനുണ്ടായി. പക്ഷേ സ്വാഭാവികമായിട്ടും ആരെ എത്ര കഴിവുള്ളവരെ മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് തേടിയെത്തിയത്. ഇനിയും പല പ്രമുഖ സ്ഥാനങ്ങളും അദ്ദേഹത്തിന് കൈവരട്ടെ എന്ന് ആശംസിക്കാനും ഈ സന്ദർഭം ഉപയോഗിക്കുക. പിന്നെ അദ്ദേഹത്തിനൊരു ഗുണമുള്ളത്, ഏതായാലും ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ ശാപം ഏറ്റുവാങ്ങാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേദനയുണ്ടാക്കിയവരാരും പൊങ്ങേണ്ട നേരത്ത് അവസാനം എന്തോ ഒരു നാഷണൽ ഹൈവേ തകർന്ന പോലെ ചിലപ്പോൾ താഴോട്ട് പതിക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ശാപത്തിൻ്റെ ഫലം. അപ്പോൾ അത് ഏതായാലും കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശന് ഇനി ഭാവി പ്രമോഷന് ഒരിക്കലും തടസ്സമാവില്ല എന്ന് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നല്ലൊരു ഭാവി അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരുപാട് പ്രാസംഗികരുമുണ്ട്. അദ്ദേഹത്തിനും എനിക്കും ഇനിയും ചില പരിപാടികളൊക്കെ പങ്കെടുക്കേണ്ടതായതുകൊണ്ട് മറ്റ് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ഏതായാലും MA ജോണിനെ പോലെ ആദർശനിഷ്ഠയുള്ള ഒരു വ്യക്തിയുടെ നാമധേയത്തിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തുമ്പോൾ തികച്ചും അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ അവാർഡ് കൊടുത്തു എന്നുള്ളതാണ് ഈ അവാർഡിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി എനിക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ശ്രീ MA ജോണിൻ്റെ സ്മരണ എല്ലാ കാലത്തും നിലനിർത്തേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെ ആദർശമുള്ള നേതാക്കന്മാരും നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നുവെന്ന് പുതിയ തലമുറയും മനസ്സിലാക്കണം. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോകുന്ന കാര്യമാണ്. അധ്വാനത്തിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. റീൽസിനാണ് പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഇറങ്ങി പ്രവർത്തിക്കാൻ പലപ്പോഴും താല്പര്യമില്ലാത്തൊരു കാലത്ത് റീൽസ് അല്ല, അധ്വാനമാണ് ഏറ്റവും വലുത് എന്ന് തെളിയിച്ചതുകൊണ്ടാണ് ഒരു ജില്ലാ കൗൺസിൽ അംഗം മാത്രമായി പാർലമെൻ്ററി രംഗത്ത് ചുരുങ്ങിപ്പോയെങ്കിലും MA ജോൺ എന്ന വ്യക്തി ഇന്നും ഓർക്കുന്നതിൻ്റെ കാരണം അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. ഇപ്പോൾ വേർപ്പിൻ്റെ ഫലം എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ലഭിക്കും. ശ്രീ ജോണിന് ജീവിച്ചിരുന്ന കാലത്ത് കിട്ടിയില്ലെങ്കിലും അതിനുശേഷം ഇന്നും അദ്ദേഹം അറിയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിന് കിട്ടിയ പ്രതിഫലം എന്ന് ഞാൻ കണക്കാക്കുന്നു. ശ്രീ ജോണിൻ്റെ ഭവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ശ്രീ വി ഡി സതീശന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് കൂടെ ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.